കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണ്. ഇത് നെയ്ച്ചോറിനും ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. രുചികരമായ ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി 1 കിലോഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വാഷ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 30 മിനിറ്റ് സമയത്തോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് സമയം വെച്ചാലും മതി. ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാനിവിടെ ചിക്കൻ വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ സമയം എടുത്തൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2 മിനിറ്റ് സമയം മാത്രം തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ കറിക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആയതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഏകദേശം ഒരു 25% മാത്രമേ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് സമയം മറിച്ചിട്ട് ഫ്രൈ ആയതിന് ശേഷം ഞാൻ ഈ ചിക്കൻ്റെ പീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ പീസ് കണ്ടാൽ തന്നെ അറിയാം, കൂടുതൽ സമയം ഒന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. ഒരു ഫ്രൈ ആയതിൻ്റെ ഒരു ടേസ്റ്റ് വരണം കറിക്ക്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കൂടുതൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് നെടുകെ കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് സമയം വഴറ്റിയെടുക്കുമ്പോഴേക്കും ഈ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും എല്ലാം നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ആ സവാള നന്നായി സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സവാളയെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്ന സമയം വരെ 1 മിനിറ്റ് സമയം നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. മസാല ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി നന്നായി സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി 2 സമയം ഞാനിവിടെ കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ചിക്കൻ്റെ പീസ് ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് തിക്കായ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് അളവിൽ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ബാക്കിയുള്ള ഉപ്പ് ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ചു വരുന്ന സമയം വരെ ഞാനിവിടെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 കപ്പ് അളവിൽ വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് കവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം 20 മിനിറ്റ് സമയം ആയപ്പോൾ ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എത്താൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.